Camera rolling. Take 3, action. സോ ഗൈസ്, എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. MCA അറ്റ് മരിയൻ കോളേജ് കുട്ടിക്കാണ്. ഇവിടുത്തെ ഫീസ് എത്രയാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാനല്ലേ. ഞാനും നിങ്ങളെപ്പോലെ കഴിഞ്ഞ വർഷം ഇതേപോലെ MCA ചേർന്ന സമയത്ത് യൂട്യൂബിൽ ചെന്നിട്ട് അടിച്ചു കൊടുത്ത് MCA അറ്റ് മരിയൻ കോളേജ് കുട്ടിക്കാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഒരു വീഡിയോസും ഇല്ല. ആൻഡ് ഗൈസ് പേടിക്കണ്ട, കുറേ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അതായത് ഫീസ് എത്രയാണ്, പഠിപ്പിക്കുന്നുണ്ടോ, അതേപോലെ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക, പ്രോഗ്രാംസ് ഉണ്ടോ, ടഫ് ആണോ, സ്ട്രെസ് ആണോ, ഈ വക കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ പേടിക്കേണ്ട, അതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം ഞാൻ തരില്ല. ചുമ്മാ പറഞ്ഞു ഗൈസ്. ആ കണ്ടോ, അതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ബാക്കി കാര്യങ്ങൾ അറിയാം. So guys, this is our department and you know what, this entire floor belongs to us. And നമുക്ക് ഇവിടെ ആകെ 2 ക്ലാസ്സുള്ള MCAക്ക്, ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സ്. ഒന്ന് അത്, രണ്ടാമത്തേത് ഇതാണ് ഇപ്പോൾ കറന്റ്ലി ഞങ്ങളുടെ ക്ലാസ്, അതായത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചിങ് എങ്ങനെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ കൺസേൺ ആണ് പഠിപ്പിക്കുന്നുണ്ടോ, ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്. സോ നമ്മുടെ ഇവിടെ ടോട്ടൽ 5 ഫാക്കൽറ്റീസ് ആണുള്ളത്. ഇവർ തന്നെയാണ് നമുക്ക് എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നത്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് നല്ലതാണ്, നന്നായിട്ട് തന്നെയാണ് അവരെല്ലാം പഠിപ്പിക്കുന്നത്. കാര്യം നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ നമുക്ക് പറഞ്ഞുതരും, എത്ര തവണ ചോദിച്ചാലും എല്ലാ ഹെൽപ്പും അവർ ചെയ്യണം, നമ്മുടെ എല്ലാത്തിനും വേണ്ടി, നമ്മുടെ കരിയർ ഗ്രോത്തിനും എല്ലാത്തിനും. സോ ഗൈസ്, ഇനി കുറച്ച് ബേസിക് ഇൻഫോർമേഷൻ ആവാം നമ്മുടെ MCA പറ്റി. ഇതൊരു 2-year കോഴ്സാണ് ആൻഡ് ദർ ആർ 4 സെംസ് ഇൻ ടോട്ടൽ. സോ ഫസ്റ്റത്തെ 3 സെമ്മിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. വി ഹാവ് മിനി പ്രോജക്റ്റ്. ഫസ്റ്റത്തെ 3 സെമ്മിൽ മിനി പ്രോജക്റ്റ് ഉണ്ട് ആൻഡ് അത് നമ്മൾ ഒറ്റക്കാണ് ചെയ്യേണ്ടത്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കാര്യം പേടിക്കണ്ട, ജീവിതത്തിൽ ഒറ്റക്കായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ്, ആ ഒരു ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മേജർ പ്രോജക്റ്റും ചെയ്യണം. സോ പിന്നെ അസൈൻമെൻറ്റ്സ്, വൈവ, കാർഡിൽ അങ്ങനെ സൂപ്പറാണ്. സോ ഗൈസ്, നെക്സ്റ്റ് ഈസ് എക്സാം. നമുക്കിവിടെ ഒരു സെമ്മിൽ 3 ഇൻറ്റേർണൽസ് ഉണ്ട് ആൻഡ് 1 ഫൈനൽ എക്സാം. സോ നമ്മൾ പണ്ട് ചെയ്യണ പോലെ, അതായത് ഒരു പഠിച്ചു പോയിട്ട് ഇങ്ങനെ ഒരു സാധനം തരുന്ന എഴുതി വെക്കുന്നത് അതല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനാരിയോ ബേസ്ഡ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലാണ്, ചുമ്മാ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. സോ ആക്ച്വലി ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അതായത് നമുക്ക് ചിന്തിക്കാനും അതേപോലെ തന്നെ നമ്മുടെ തിങ്കിങ് ലെവലും ആപ്ലിക്കേഷൻ ലെവലായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. സോ ഗൈസ്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് പേടിക്കണ്ട, എക്സാം പേടിക്കണ്ട. നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടോ, എക്സാം നിങ്ങൾ പാസ്സായിരിക്കും. ആൻഡ് ഇൻ കേസ് ഇഫ് നിങ്ങളൊരു സബ്ജക്റ്റിൽ തോറ്റ് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിൽ സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. അത് അവൻ പറഞ്ഞു തരും. അതെ, പേടിക്കണ്ട, സേവേഴ്സം ഉണ്ട്, അത് എഴുതി പാസ്സായി കഴിഞ്ഞാൽ സപ്ലൈ ചെയ്തണ്ട. കേട്ടല്ലോ, പേടിക്കണ്ട, സേവേഴ്സം ഉണ്ട്, സേഫാ. സോ ഗൈസ്, നെക്സ്റ്റ് ഇസ് ക്ലാസ് ടൈമിംഗ്. നമുക്ക് ഡെയിലി 8:30 മോർണിംഗ് ക്ലാസ് തുടങ്ങും ആൻഡ് 3:30 വരെയുണ്ട് ക്ലാസ്. ആൻഡ് ഇഫ് ഇൻ കേസ് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1:30 ക്ലാസ് തീരും. ആൻഡ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഫ്രൈഡേ 1:30 വരെ ഉള്ളൂ ക്ലാസ്. ഓക്കെ, സോ ഗൈസ്, നെക്സ്റ്റ് ഇസ് സിലബസ്. അതെനിക്ക് പറയുന്നത് വെച്ചാൽ ഈ ഒരു കോളേജ് ഇറ്റ്സ് എ ഓട്ടോണമസ് കോളേജ്, അതുകൊണ്ട് തന്നെ എവറി ഇയർ സിലബസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യം അതിൻ്റെ ബേസിലായിരിക്കും സിലബസ് ചേഞ്ച് ആക്കുക. അതായത് ഞങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച സിലബസിൽ ഇപ്പോൾ ഞങ്ങൾ പഠിക്കണം, അതേപോലെ ഇപ്പോൾ നെക്സ്റ്റ് ജൂനിയേഴ്സ് വരുമ്പോഴും സിലബസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് എൻറ്റയർലി ബേസ്ഡ് ഓൺ വാട്ട് ദ കറണ്ട് ഇൻഡസ്ട്രി നീഡ്സ്. അപ്പോൾ അതിനനുസരിച്ചാണ് സിലബസ് ചേഞ്ച് ആക്കുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. സോ നെക്സ്റ്റ് ഇസ് ഫീസ്. നമുക്കിപ്പോൾ MCAയിൽ ഒരു സെമ്മിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് 40,000 rupees. അതാണ് ഇവിടുത്തെ ഫീസ് വരുന്നത്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലുത്, അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, അതായത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ 6 മാസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലതാണ്. ഇപ്പോൾ പഠിപ്പിക്കണമെങ്കിലും ഇപ്പോൾ ടീച്ചേഴ്സ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരും. പിന്നെ മാക്സിമം പറഞ്ഞില്ലേ, സെൽഫ് സ്റ്റഡി, നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാംസിൻ്റെ കാര്യത്തിൽ ഒരു സീനും ഇല്ല, അത്യാവശ്യം നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും വലിയ ഫെസ്റ്റൊക്കെ ഉണ്ട്, കലീഗോ, ഇപ്പോൾ ഈ വർഷം സഹിയ നടന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഫെസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും അതിനൊക്കെ എല്ലാം ഈ കോളേജ് നല്ലോണം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും അപ്പാർട്ട് ഫ്രം നമ്മുടെ അക്കാഡമിക് സൈഡ്സ്, ഇപ്പോൾ ജിം ആണെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മെൻ്റലി ഇതാക്കണതും അങ്ങനത്തെ കാര്യത്തൊക്കെ എല്ലാം
സെറ്റാണ്. ഇപ്പം നമുക്കിവിടെ അത്യാവശ്യത്തിന് എൻജോയ്മെൻറ്റും ഉണ്ട്, അതെല്ലാം ഉണ്ട്. ബട്ട് നമ്മൾ ഇവിടെ വന്ന മെയിൻ റീസൺ മറക്കരുത്, നമ്മൾ എഫേർട്ട് ഇടണം. കാര്യം ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും ബാക്കിയെല്ലാം പോലെ ഇത് PG ആണ്. UG പോലെ സ്പൂൺ ഫീഡിങ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ സ്വയമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം, സ്വന്തമായിട്ട് എഫേർട്ട് ഇടണം. അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ബാക്കി എല്ലാവരും നമ്മളെ സഹായിക്കും. സോ ഗൈസ്, ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ഇപ്പം നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ പറയും ഓക്കെ കോളേജ് എല്ലാം നൈസാണ്, എല്ലാം കുറേ നല്ല കാര്യങ്ങൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, ഞാനൊന്നും കയ്യിൽ നിന്നിട്ട് പറഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കണമെങ്കിൽ നത്തിങ് ഇസ് പെർഫെക്റ്റ് അല്ല. അതായത് ഇപ്പോൾ ഒരു കോളേജിലാണെങ്കിലും ദർ വിൽ ബി പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അതേപോലെ ഇതിനും പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ടീച്ചിങ് ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അത്ര പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടല്ല. അവരവരുടെ രീതിയിൽ മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടുത്തെ ക്ലൈമറ്റ്, അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ സാധാരണ ക്ലൈമറ്റാണ്. ബട്ട് ഒരു ജൂൺ ജൂലൈ അതുപോലെ തന്നെ നവംബർ ഡിസംബർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലിറ്ററലി മഞ്ഞിറങ്ങും ഇവിടെ. നല്ല ക്ലൈമറ്റ്, ആംബിയൻസ്, ഇത് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇതാണ് ബേസിക് MCA പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നല്ല. ഇഫ് ഇനി ഫർദർ എന്തെങ്കിലും ക്യൂറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് ഐ ട്രൈ ടു റെസ്പോണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇഫ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ കോളേജ് ടൂർ ആൻഡ് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്. ആൻഡ് ഇഫ് ദിസ് വീഡിയോ gets 50,000 likes, I will do an entire college tour video. So bye guys, and my name is Abhinav Rajesh from So guys, നമ്മുടെ വീഡിയോയുടെ മാൻ ബിഹൈൻഡ് ദ ക്യാമറ. He is my man, Albin George.